അവരോടുള്ള കാര്യത്തിലുള്ള സമീപനം ഇന്നലെയും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല, നാളെയും യോജിപ്പുണ്ടാവില്ല. ഇതാണ് CPIM-ന്റെ അവരുള്ള നിലപാട്. RSS എന്നല്ല, ഒരു വർഗീയ ശക്തിയോടും ഞങ്ങൾ ഐക്യപ്പെടില്ല. അതുകൊണ്ടാണ് എല്ലാ വർഗീയ ശക്തികളും ഞങ്ങളെ എതിർക്കാൻ തയ്യാറാകുന്നത്. ഇപ്പം 50 വർഷം മുൻപ് അടിയന്തരാവസ്ഥ നാട്ടിലുണ്ടായല്ലോ, രാജ്യത്ത്. ആ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ അമിതാധികാര വാഴ്ചക്കെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ ആരുടെയെങ്കിലും തണലിൽ നിന്നുകൊണ്ടല്ല ഞങ്ങൾ അതിൽ പങ്കാളികളായത്. അന്നത്തെ ഭരണകൂടത്തിൻ്റെ ആക്രമണത്തിനിരയായി ഞങ്ങളുടെ അനേകം സഖാക്കൾ ആക്രമണത്തിനിരയായിട്ടുണ്ട്. കടുത്ത മർദ്ദനം, ചിലർക്ക് ജീവഹാനി, ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അന്ന് നിലവിലുണ്ടായിരുന്ന അർദ്ധഫാസിസ്റ്റ് ഭീകരവാഴ്ച അത് അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിലും അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടന്ന പ്രക്ഷോഭത്തിലും ഞങ്ങളായി തന്നെ മുന്നിൽ നിൽക്കുകയാണ് ചെയ്തത്. എല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്.